നമസ്കാരം. ഇന്ത്യ US വ്യാപാര കരാറിന് സാധ്യത തെളിയുന്നു. വ്യാപാര കരാർ ആദ്യമായിട്ട് പ്രഖ്യാപിച്ചത് ട്രംപാണ്. ഇന്നലെ ഇന്ത്യൻ സമയമായിട്ട് 10:30-ക്കാണ് അദ്ദേഹത്തിന്റെ ട്വീറ്റ് ഉണ്ടായിരുന്നത്. ഇതേ തുടർന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി അദ്ദേഹത്തിന് നന്ദി അറിയിച്ചുകൊണ്ട് മറ്റൊരു ട്വീറ്റും ചെയ്തിരുന്നു. അപ്പോൾ പൊതുവെ അതേ തുടർന്ന് ഇപ്പൊ ഗിഫ്റ്റ് നിഫ്റ്റി ഏതാണ്ട് 4% പ്ലസ് ആയിട്ടാണ് ഇപ്പോൾ ട്രേഡ് നടക്കുന്നത്. ഏതാണ്ട് 1000-ഓളം പോയിന്റ് ആണ് ഇപ്പോൾ ട്രേഡ് നടക്കുന്നത്. ഇന്ത്യൻ മാർക്കറ്റ് വളരെ ശക്തമായ ലെവലിൽ ഓപ്പൺ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏതാണ്ട് 26,000 ലെവലിൽ ഓപ്പൺ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നല്ലൊരു സ്ട്രോങ് റെസിസ്റ്റൻസ് ഏരിയയാണ് 26,000 എന്നുള്ളത്. റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തണമെന്ന് സമ്മതിച്ചു എന്നാണ് ട്രംപ് പറയുന്നത്. അതുപോലെ വെനസ്വേലൻ എണ്ണയും US എണ്ണയും ഇന്ത്യ വാങ്ങുന്നു എന്ന് പറയുന്നു. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ സീറോ തീരുവയാണ് എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഇതേ സംബന്ധിച്ച് ഇന്ത്യൻ ഗവൺമെന്റ് പ്രത്യേകിച്ച് സ്ഥിരീകരണം ഒന്നും ഇറക്കിയിട്ടില്ല. ഏതാണ്ട് 45 ലക്ഷം കോടി രൂപയുടെ ഉൽപ്പന്നങ്ങൾ US-ൽ നിന്ന് ഇന്ത്യ വാങ്ങും എന്നൊക്കെയാണ് പറയുന്നത്. ഇതേ തുടർന്ന് ട്രംപിന് നന്ദി അറിയിച്ചിട്ടുണ്ട് മോഡി. ബ്രസീൽ, അതുപോലെ മ്യാൻമാർ, ലാവോസ്, ദക്ഷിണ കൊറിയ, അതുപോലെ തന്നെ ദക്ഷിണാഫ്രിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾക്കൊക്കെ ഇന്ത്യയെക്കാട്ടിലും കൂടുതൽ തീരുവയുണ്ട്. ബ്രസീലിനാണ്ട് 50%-ഓളമാണ് തീരുവയുള്ളത്. അതുപോലെ ബംഗ്ലാദേശ്, ശ്രീലങ്ക, തായ്വാൻ, വിയറ്റ്നാം എന്നീ രാജ്യങ്ങൾക്ക് 20% തീരുവയാണ്. പാകിസ്ഥാൻ, തായ്ലൻഡ്, മലേഷ്യ, ഇന്തോനേഷ്യ അത്തരം രാജ്യങ്ങൾക്കായിട്ട് 19% തീരുവയാണ്. അപ്പൊ അത്യാവശ്യം ട്രെൻഡ് നടക്കുന്ന രാജ്യങ്ങളുമായിട്ടൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 50% ഉണ്ടായിരുന്ന താരിഫ് ഏതാണ്ട് 18% ആകുന്നത് വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. പ്രധാനമായിട്ടും കെമിക്കല്, IT, ഫാർമ, അതുപോലെ തന്നെ മറൈൻ ഉൽപ്പന്നങ്ങൾ, ഓട്ടോ, എഞ്ചിനീയറിംഗ് എന്നീ മേഖലകളൊക്കെ, ടെക്സ്റ്റൈൽ എന്നീ മേഖലകളിലൊക്കെ ശ്രദ്ധിക്കാവുന്നതാണ്. ഇത്തരത്തിൽപ്പെട്ട സ്റ്റോക്കുകളൊക്കെ ഒരുപക്ഷെ ഇന്ന് അപ്പർ സർക്യൂട്ടിലൊക്കെ വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഇനി ഇന്നലെ US മാർക്കറ്റുകളെല്ലാം പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. US മാർക്കറ്റുകളിൽ ഡൗ ജോൺസ് 1.03%, S&P 500 0.59%, നാസ്ഡാക്ക് 0.56% പ്ലസ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. USA-ലെ PMI ഡേറ്റ വന്നത് 52.6%. ഇത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഡേറ്റയാണ്. 47 ആയിരുന്നു നേരത്തെ ഇതിന് തൊട്ട് മുമ്പ് ഉണ്ടായിരുന്ന ഡേറ്റ. അതുപോലെ തന്നെ ചൈനയുടെയും അതിന് തൊട്ട് മുമ്പ് ജപ്പാന്റെയൊക്കെ PMI ഡേറ്റ കഴിഞ്ഞ ദിവസം വന്നതൊക്കെ പോസിറ്റീവായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അമേരിക്കയിലെ കെവിൻ വാഷിനെ അമേരിക്കയുടെ അടുത്ത ഫെഡ് ഗവർണറായിട്ട് ട്രംപ് നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതേ തുടർന്ന് സിൽവർ ഏതാണ്ട് 33%, ഗോൾഡ് ഏതാണ്ട് 14% കറക്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഗ്ലോബൽ ന്യൂസുകളുണ്ട്. മറ്റൊന്ന് ഇറാനും US ഒഫീഷ്യൽസും തമ്മിൽ സംസാരിച്ചു എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഇതും മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതുപോലെ പല ജിയോ പൊളിറ്റിക്കൽ ടെൻഷനും ഒരു അറുതി വരുന്നു എന്നുള്ള തരത്തിലുള്ള ഒരു പോസിറ്റീവ് വാർത്തകൾ ഉണ്ട്. അതുപോലെ തന്നെ US ഇന്ത്യ ഡീല്, അതുപോലെ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ഡീല്, അതുപോലെ UAE ആയിട്ടുള്ള ഡീല്, UK, കാനഡ, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളുമായിട്ടൊക്കെ വ്യാപാര കരാർ ചർച്ചയിലാണ്. ഈ കരാറുകളൊക്കെ നടക്കുന്നത് ഇന്ത്യയുടെ എക്കണോമിയെ സംബന്ധിച്ചിടത്തോളം വളരെ സ്ട്രെങ്ത് നൽകുന്ന കാര്യമാണ്. ബഡ്ജറ്റിനെ സംബന്ധിച്ചായാലും പോസിറ്റീവായിട്ടുള്ള ഒരു ബഡ്ജറ്റാണ് വന്നത്. ഒരുപക്ഷെ സ്റ്റോക്ക് മാർക്കറ്റ് ഫ്രണ്ട്ലി അല്ലെങ്കിൽ പോലും ബഡ്ജറ്റ്, എക്കണോമി, അതുപോലെ ഡിസിപ്ലിൻ അത്തരത്തിലൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ബഡ്ജറ്റാണ് വന്നത്. ഒരുപക്ഷെ ബഡ്ജറ്റും ഇത്തരത്തിലുള്ള ഡീലുകളും എല്ലാം വീണ്ടും നിഫ്റ്റി ഓൾ ടൈം ഹൈയിൽ എത്തിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇനി